ഇന്നലെ എറണാകുളത്ത് സമാപിച്ച സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മേമുണ്ട സ്കൂളിന് 3 സ്വർണം 3 വെള്ളി 4 വെങ്കല മെഡൽ എന്നിങ്ങനെ മികച്ച നേട്ടമാണ് കൈവരിച്ചത്. മേമുണ്ടയിലെ 19 വിദ്യാർത്ഥികളാണ് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പങ്കെടുത്തത്. കരാത്തെ മത്സരത്തിൽ 22 പോയിന്റ് നേടി മേമുണ്ട സ്കൂൾ സംസ്ഥാനത്ത് ഓവറോൾ 2ാം സ്ഥാനം നേടി. 6 വിദ്യാർത്ഥികൾ കരാത്തെ വിഭാഗത്തിലും 6 വിദ്യാർത്ഥികൾ വോളിബോൾ വിഭാഗത്തിലും 2 വിദ്യാർത്ഥികൾ നീന്തൽ വിഭാഗത്തിലും 2 വിദ്യാർത്ഥികൾ ക്രിക്കറ്റിലും 2 വിദ്യാർത്ഥികൾ ബാഡ്മിന്റണിലും 1 വിദ്യാർത്ഥി ഇൻക്ലൂസീവ് സ്പോർട്സ് വിഭാഗത്തിലും സംസ്ഥാനത്ത് പങ്കെടുത്തു. കരാത്തെ വിഭാഗത്തിൽ +2 വിദ്യാർത്ഥികളായ അസിൻ മുഹമ്മദ്, നഹദ് എന്നിവർ സ്വർണ്ണ മെഡൽ നേടി. ഇൻക്ലൂസീവ് സ്പോർട്സ് വിഭാഗത്തിൽ സ്റ്റാൻഡിംഗ് ലോങ് ജമ്പിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി കെ ഷാരോൺ സ്വർണ്ണ മെഡൽ നേടി. സാദിക, സാൻവി, ആൻമിയ വൈഷ്ണവ് എന്നിവർ വോളിബോൾ മത്സരത്തിൽ കോഴിക്കോട് ജില്ലയ്ക്ക് വേണ്ടി വെള്ളി മെഡൽ നേടി. ഋതിക മുരളി, മിൻസാര SS, ശ്രീനന്ദ RV എന്നിവർ വോളിബോളിലും നിഹ ഷെറിൻ കരാത്തെ മത്സരത്തിലും വെങ്കല മെഡൽ നേടി. അന്വയ് ദീപക്, റോണ N രാജ് എന്നിവർ കോഴിക്കോട് ജില്ലാ ബാഡ്മിന്റൺ ടീമിന് വേണ്ടി മത്സരിച്ചു. ഗൗതം ശ്രീജിത്ത്, ആനന്ദകൃഷ്ണ എന്നിവർ കോഴിക്കോട് ജില്ലാ ക്രിക്കറ്റ് ടീമിന് വേണ്ടി മത്സരത്തിൽ പങ്കെടുത്തു. നിവേദ്, ലയോണ എന്നിവർ സംസ്ഥാന നീന്തൽ മത്സരത്തിലും ആരോമൽ, രാംദാസ്, ഹംദ, തനയ്, മാനസ് എന്നിവർ കരാത്തെ മത്സരത്തിലും പങ്കെടുത്തു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ വിജയിച്ച മേമുണ്ടയിലെ 4 വിദ്യാർത്ഥികളെ ദേശീയ സ്കൂൾ ഗെയിംസിലേക്കുള്ള കേരള ടീമിലേക്ക് തിരഞ്ഞെടുത്തു. അസിൻ മുഹമ്മദ്, നഹദ് എന്നിവർ കരാത്തെ മത്സരത്തിലും സാദിക, സാൻവി, ഋതിക മുരളി എന്നിവർ വോളിബോൾ മത്സരത്തിലും കേരള ടീമിന് വേണ്ടി മത്സരിക്കും. വിജയിച്ച ടീം മേമുണ്ടയെ ഘോഷയാത്രയോടെ സ്കൂളിലേക്ക് ആനയിച്ചു. തുടർന്ന് സ്കൂളിൽ അനുമോദന ചടങ്ങ് നടന്നു. PTA-യുടെയും മാനേജ്മെന്റിന്റെയും നേതൃത്വത്തിൽ നടന്ന അനുമോദന ചടങ്ങ് മേമുണ്ട സ്കൂൾ മാനേജർ M നാരായണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ NP പ്രകാശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹെഡ് മാസ്റ്റർ PK ജിതേഷ് സ്വാഗതം പറഞ്ഞു. PTA പ്രസിഡന്റ് ഡോക്ടർ MV തോമസ്, പ്രിൻസിപ്പൽ B ബീന, PP പ്രഭാകരൻ മാസ്റ്റർ, CV കുഞ്ഞമ്മദ്, RP രാജീവൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. TP ശ്രീജിത്ത് നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പങ്കെടുത്ത 19 വിദ്യാർത്ഥികളെയും അനുമോദിച്ചു.